ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബുവാണ്. കിരൺ, ഇന്ത്യ മുന്നണി സീറ്റ് വിഭജന ചർച്ചകളടക്കം പൂർത്തിയാക്കിയ ഒരു പശ്ചാത്തലമുണ്ട് മഹാരാഷ്ട്രയിൽ. വലിയ അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെയാണ് ഈ ചർച്ചകളെല്ലാം പുരോഗമിച്ചത്. അതുമാത്രവുമല്ല, ഈ ശരത് പവാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മുന്നിൽ തന്നെ ഉണ്ടാകുമോ എന്ന് സംശയിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹത്തിന് ഒരു ചാഞ്ചാട്ടവും ഉണ്ടായിട്ടില്ല. അതിനിടയിലാണല്ലോ രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് ഈ അജിത് പവാറിന്റെ നീക്കം അത് ശരത് പവാറിന്റെ അറിവോടെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ പോലും ഇപ്പോൾ രാഷ്ട്രീയമായ എതിരാളി തന്നെയാണ് അജിത് പവാർ. ആ പവാറിനെ അടക്കം തൻ്റെ വസതിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിന് പിന്നിൽ പവാർ എന്തെങ്കിലും രാഷ്ട്രീയം കാണുന്നുണ്ടോ? അഭിലാഷ, പലപ്പോഴും സാധാരണഗതിയിലുള്ള ആളുകൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും ആ തരത്തിലേക്കൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ശരത് പവാർ. ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി തന്നെ അതായത് രാഷ്ട്രീയ നിലപാടുകൾ എല്ലാ കാലത്തും BJP വിരുദ്ധ രാഷ്ട്രീയ നിലപാട് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോഴും നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായുമായിട്ടുമെല്ലാം നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയും മോദിയുമായി പോയി കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ശരത് പവാർ. പലപ്പോഴും ശരത് പവാറിനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് പിന്നീട് തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പല നീക്കങ്ങൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഇപ്പൊ അജിത് പവാർ പോയതുപോലും അതിനുശേഷവും അദ്ദേഹം അജിത് പവാറുമായി ചർച്ചയൊക്കെ നടത്തുകയുണ്ടായി. അജിത് പവാർ എങ്ങനെ തന്നെ ഇത്രയും കാലം താൻ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ തന്റെ തണലിൽ വളർന്ന തന്റെ അനുദ്രവൻ തന്റെ പാർട്ടിയെ തന്നെ പിളർത്തിക്കൊണ്ട് 25 വർഷം പ്രായമായ ഒരു പാർട്ടിയെ തന്നെ പിളർത്തിക്കൊണ്ട് സ്വാഭാവികമായും അവർക്ക് വലിയ എതിർപ്പൊക്കെ ഉണ്ടാവണം. പക്ഷെ പവാർ അങ്ങനെയല്ല, പവാറിന്റെ അറിവോടുകൂടിയാണ് പോയതെന്ന് പലതവണ അജിത് പവാർ പോവുകയും മടങ്ങി വരികയും ഒക്കെ ചെയ്താണെന്നുള്ളത് ഓർക്കണം. ഇവിടെ പക്ഷേ അതിന് മറ്റ് ചില രാഷ്ട്രീയം കൂടി കാണുന്നുണ്ട്. ഒന്ന് പ്രധാനമായും കാണുന്നത് ശരത് പവാറിനെ ഈ ബാരാമതിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അവിടുത്തെ ഈ റോസ്ഗാർ എന്നാൽ ഈ ശരത് പവാറിന്റെ ശക്തി കേന്ദ്രം, ശരത് പവാറിന്റെ പരമ്പരാഗതമായി തന്നെ പവാറിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. പവാറിന്റെ വീട് അവിടെയാണ്. പവാർ കുടുംബത്തിന് ആ തരത്തിലേക്കുള്ള വലിയ ശേഷിയും ഒക്കെ ഉള്ളതാണ്. പവാറിന്റെ ഏറ്റവും വലിയ കേന്ദ്രം കൂടിയാണ്. അവിടെ പവാർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് ആണ് ഇങ്ങനെ ഒരു പ്രതിസ്ഥാപനം എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ചാണ് ഈ പരിപാടി അടക്കം നടക്കുന്നത്. പക്ഷെ അവിടേക്ക് പവാറിനെ വിളിക്കുന്നില്ല, പകരം സുപ്രിയ സുലെ അടക്കമുള്ള ബാക്കി MPമാരെയൊക്കെ വിളിക്കുന്നു, പവാറിനെ വിളിക്കുന്നില്ല. ബാരാമതിയിൽ അങ്ങനെ ഒരു വലിയ പരിപാടി സംസ്ഥാന സർക്കാർ നടത്തുമ്പോഴെല്ലാം അതിന് ഏത് സർക്കാരായാലും പവാറിനെ വിളിക്കാറുണ്ട്. പവാർ അവിടുത്തെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്, ഏറ്റവും സീനിയർ നേതാവാണ്. പക്ഷെ പവാറിനെ വിളിക്കാത്തത് കൊണ്ട് പവാർ തിരിച്ച് അവർക്കൊരു രാഷ്ട്രീയമായി തന്നെ വിളിക്കാത്തത് ഒരു ചർച്ചയാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അവിടേക്ക് വരുന്ന മുഖ്യമന്ത്രിയെയും ഏക്നാഥ് ഷിൻഡെയും അതോടൊപ്പം ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറിനെയും ദേവേന്ദ്ര ഫട്നാവിസിനെയും തന്റെ വീട്ടിൽ വൈകുന്നേരം ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ആ വിരുന്നിലേക്ക് താങ്കൾ വരണം. അത് ഏക്നാഥ് ഷിൻഡെ കത്തയക്കുന്നു. കത്തയച്ച ശേഷം സാധാരണ ഇതിൽ ഇങ്ങനെ വിരുന്നിന് വിളിക്കുന്നതിന് കത്തയക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമുണ്ട്. നേരിട്ട് വിളിക്കുകയും അല്ലാതെ വിളിക്കാതെയാണോ കത്തയക്കേണ്ടതെന്നുള്ളത്. കത്തയക്കുന്നു. കത്തയച്ച ശേഷം അതിന്റെ കോപ്പിയാണ് വെക്കുന്നത് അജിത് പവാറിനും അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനും വെക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് ആ കോപ്പിക്ക് മറുപടി നൽകി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കത്ത് തന്നെ അയച്ചു കഴിഞ്ഞു, തനിക്ക് അവിടെ 2-3 പരിപാടികളുണ്ട്, 2 പ്രധാനപ്പെട്ട പരിപാടികളാണ്, അതുകൊണ്ട് ആ തിരക്കിനിടയിൽ അന്ന് വരാൻ കഴിയില്ല എന്ന് പറയുന്നു. ഏക്നാഥ് ഷിൻഡെയും തിരക്കാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അജിത് പവാർ ഇതുവരെയും ഏതെങ്കിലും തരത്തിൽ അറിയിച്ചില്ല. ഒരു വശം അതാണ് പറയുന്നത്, ഈ ബാരാമതിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് ശരത് പവാറിനെ മാറ്റി നിർത്തിയത് ചർച്ചയാക്കുക. അതിൽ ബാരാമതിയിലെ ശക്തി ഉറപ്പിച്ചു നിർത്തേണ്ടത് ശരത് പവാറിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാണ്. അതിനുവേണ്ടി അദ്ദേഹം സ്വീകരിച്ച ഒരു തന്ത്രമാണെന്ന് പറയുന്നു. പവാർ ആയതുകൊണ്ട് ഒരു തന്ത്രം മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. മറ്റു തരത്തിൽ പവാറിനെതിരെയുള്ള ഒരു ഗ്രൂപ്പുകൾ പവാറിന്റെ ഇത്തരം ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എന്നൊക്കെ പറയുമല്ലോ, അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നവർ പറയുന്ന മറ്റൊന്ന് ബാരാമതിയിലെ MP എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തവണയായി സുപ്രിയ സുലെയാണ്. കഴിഞ്ഞ മകൾ സുപ്രിയ സുലെയാണ്. ഇത്തവണ അവിടെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മത്സരിക്കും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് അഭ്യൂഹങ്ങളാണ്. പക്ഷെ അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെയും അജിത് പവാർ നിഷേധിച്ചിട്ടില്ല. അജിത് പവാർ അതൊരു കൗതുകകരമായ മത്സരം കൂടിയായി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സീറ്റായി മാറും. പരമ്പരാഗതമായി പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ പവാറിന്റെ മകളാണോ 83-കാരനായ പവാറും അദ്ദേഹം അർബുദബാധിതൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഒപ്പമാണോ ഈ NCP പൊളിറ്റിക്സ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ നിൽക്കുന്നത്, അതോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ടൊക്കെ അദ്ദേഹം തന്നെ കണ്ടിരുന്ന അജിത് പവാറിനെയാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ കേരളത്തിലെ യഥാർത്ഥത്തിൽ ഒരു ലേഖനത്തിലൊക്കെ അടുത്തിടെ കണ്ടാണ് ഈ പവാറിൻ്റെത് കേരളത്തിലെ K കരുണാകരനുമായി ബന്ധപ്പെടുത്തി. കരുണാകരൻ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് രമേശ് ചെന്നിത്തല മുതൽ കാർത്തികേയൻ വരെയുള്ളവരൊന്നും പ്രഖ്യാപിക്കാത്ത മുരളീധരനെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ തർക്കമാണ് അത് തിരുത്തൽവാദ ഗ്രൂപ്പിലേക്കും പിന്നീട് കരുണാകരന്റെ പതനത്തിലേക്കും ഒക്കെ നീങ്ങിയെന്ന് പറയുന്ന പോലെ ശരത് പവാർ അജിത് പവാറിനെ പിൻഗാമിയാക്കാതെ അദ്ദേഹത്തിന്റെ മകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും അവസാനം മകളെ തന്നെ നിശ്ചയിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തർക്കമുണ്ടായെന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിലെ പോലെ അല്ല NCP വിഷയം. അജിത് പവാർ ഇതെല്ലാം നിൽക്കുമ്പോഴും പലതവണ മറുകണ്ഠം ചാടുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുള്ള
ഒരു നേതാവ് കൂടിയാണ് അജിത് പവാർ. അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാൻ പവാറിന് കഴിയുന്ന ഒരു നേതാവല്ല. മുഖ്യമന്ത്രി പദത്തിൽ തന്നെ 3 തവണയാണ് 3 തവണ ഇരിക്കുന്നത് 3 മുന്നണിയുടെ ഭാഗമായിട്ടാണ്. അത് ആലോചിക്കണം. അദ്ദേഹം ഫട്നാവിസ് ഇരുന്നപ്പോഴും NDA സർക്കാരിന്റെ ഫട്നാവിസ് ഇരുന്നപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി. പിന്നീട് മഹാവികാസ് അഗാഡി വന്നു, ശിവസേനയും കോൺഗ്രസും NCPയും കൂടെ ചേർന്ന്. അപ്പോഴും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി. അതിനുശേഷം അടുത്ത സർക്കാർ വരുമ്പോഴും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ അജിത് പവാറെ സംബന്ധിച്ച് അത്ര വിശ്വാസ്യതയൊന്നും അതിനോട് പൂർണ്ണമായി ഉപയോഗിക്കുമ്പോൾ ഇത്തരം ചില വിഷയങ്ങൾ പവാറിന്റെ ശിക്ഷനാണ് എന്ന് തന്നെ തെളിയിക്കുന്നുണ്ട് അജിത് പവാർ. അതുകൊണ്ട് പക്ഷെ പവാർ ഇതെല്ലാം പറയുമ്പോഴും അഭിലാഷ് ഒരു കാര്യം ഓർക്കണം. പവാർ ഇത്തരം പൊളിറ്റിക്സ് ഒക്കെ കളിക്കുമ്പോഴും പവാർ ഒരു BJP വിരുദ്ധ പൊളിറ്റിക്സിന്റെ ഭാഗമായി എല്ലാ കാലത്തും നിന്നിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ ശിവസേന വിരുദ്ധ പൊളിറ്റിക്സ് ആയിരുന്നു. അതിനുശേഷം അത് കൂടുതൽ ഹിന്ദുത്വ ശക്തികളിലേക്ക് വരുന്നത് BJP ആണെന്നുകൊണ്ട് ആ ഒരു പൊളിറ്റിക്സ് അദ്ദേഹം എപ്പോഴും ഉറച്ചു നിന്നിട്ടുണ്ട്. ഈ സൗഹൃദമൊക്കെ സൂക്ഷിക്കുമ്പോഴും പവാർ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി NCP രൂപീകരിച്ചത് സോണിയാഗാന്ധിയെ പോലൊരാൾ വിദേശ പൗരത്വമുള്ള ആളാണ്. അങ്ങനെ പൗരത്വം ഉണ്ടായിരുന്ന ഒരാൾ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത് പ്രധാനമന്ത്രി ആവുന്നതിനെയൊക്കെ എതിർത്തുകൊണ്ട് മാറി വന്നെങ്കിലും പവാർ മഹാരാഷ്ട്രയിൽ അപ്പോൾ മത്സരിക്കുന്നത് കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കിയാണ്. അപ്പോൾ പവാർ പറയുന്ന കാര്യത്തിനകത്ത് ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ഈ ഒരു മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ അജിത് പവാർ ചെയ്തതുപോലെ മറുകണ്ഠം ചാടി നിരന്തരം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് അദ്ദേഹത്തില്ല. പക്ഷേ തന്ത്രപരമായ നിലപാടുകൾ എപ്പോഴും പവാർ എടുക്കാറ് കൂടിയുണ്ട്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട നേതാക്കളും വരില്ല എന്ന് പറയുന്നു. ഇനി അജിത് പവാർ ആണ് അദ്ദേഹത്തിന് ഔദ്യോഗികമായ തീരുമാനം അറിയിക്കാനുള്ളത്. ഷിൻഡെയോ അല്ലെങ്കിൽ ഫട്നാവിസ് വരാത്തപ്പോൾ അജിത് പവാർ മാത്രമായി വരുമോ? അല്ലെങ്കിൽ അജിത് പവാർ വരികയാണെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമോ? പവാർ കുടുംബത്തിൽ 2 പേർ തമ്മിലുള്ള മത്സരം ഒഴിവാക്കാൻ വേണ്ടി അജിത് പവാറും ശരത് പവാറും തമ്മിൽ ഒരു ചർച്ച ഉണ്ടാകുമോ? അത്തരം വിഷയങ്ങളൊക്കെ സ്വാഭാവികമായും അത്തരം അഭ്യൂഹങ്ങളൊക്കെ എന്തായാലും ഈ ഒരു പൊളിറ്റിക്സിന് പിന്നിൽ ശക്തമായി തന്നെ നിൽപ്പുണ്ട്. അതായത് ഏക്നാഥ് ഷിൻഡെയും ഫട്നാവിസും എത്തില്ല എന്നറിയിക്കുമ്പോൾ പോലും ഇപ്പോൾ അജിത് പവാർ രാഷ്ട്രീയ എതിർചേരിയിലാണ്. അതാകട്ടെ സുപ്രിയ സുലെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്റെ ഭാര്യ ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ശരത് പവാറിന്റെ സ്വീകരണം അല്ലെങ്കിൽ ക്ഷണം അജിത് പവാർ സ്വീകരിക്കുമോ എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒപ്പം മഹാരാഷ്ട്രയിലെ മറ്റ് ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രത്യേകത ഈ ക്ഷണത്തിന് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചകൾ അടക്കം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പശ്ചാത്തലം. ആ വിശദാംശങ്ങളിലേക്ക് സീറ്റ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഘടന എന്നുകൂടിയാണ് നമുക്ക് അടുത്തതായി പരിശോധിക്കേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ സ്ട്രക്ചർ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുൾ സ്ക്രീനിൽ ഇപ്പോൾ വീഡിയോ വാളിൽ നിന്ന് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ആകെ 48 ലോക്സഭാ സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാടിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് എങ്കിൽ ഇന്ത്യയിലൊട്ടാകെ പരിശോധിച്ചാൽ ഉത്തർപ്രദേശിന് ശേഷം ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പാർലമെന്റ് അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 48 സീറ്റുകളാണുള്ളത്. അതിൽ ധാരണ ഇപ്രകാരമാണ്: ശിവസേന 20, കോൺഗ്രസ് 18, NCP 10. അങ്ങനെ ഒരു തർക്കങ്ങളുമില്ലാതെ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അഭിലാഷ് അതിന്റെ അവസാന പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷേ ഏകദേശം ധാരണയായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തലയാണ് ഈ ചർച്ചകൾക്കെല്ലാം പങ്കെടുത്തത്. രമേശിനെ നിയോഗിച്ചതിൽ തന്നെ ഒരു പ്രത്യേക താല്പര്യം പ്രത്യേകിച്ച് ശിവസേന എന്നൊക്കെ പറഞ്ഞാൽ അവര് വലിയ വാശിയൊക്കെ എടുക്കുന്ന ഒരു സാധാരണ ആളുകളെ ഡീൽ ചെയ്യുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല. അവർക്ക് ചില വാശികളും ചില അഭിമാനമോ ദുരഭിമാനമോ എന്നൊക്കെ പറഞ്ഞാൽ അതിലേത് വേണമെങ്കിലും പറയാം. അത്തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉള്ള പാർട്ടിയാണ്. അവരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്നാൽ കൈകാര്യം ചെയ്താൽ ഈ ഒപ്പം നിർത്താൻ വിശ്വസ്തരായി ഒപ്പം നിർത്താൻ കഴിയുന്ന പൊളിറ്റിക്കൽ ഈഗോ ഉള്ളവരാണ്. പൊളിറ്റിക്കൽ ഈഗോ ഉള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ അവർ യഥാർത്ഥത്തിൽ BJP മുന്നണിയിൽ നിന്ന് മാറി മറിച്ചൊരു മുന്നണിയിലേക്ക് വന്നതൊക്കെ ആ പൊളിറ്റിക്കൽ ഈഗോ കൂടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഈ മറാത്ത വികാരം ഉയർത്തിക്കൊണ്ടാണ്. ആലോചിക്കണം, അവരുടെ നിലനിൽപ്പ് തന്നെ ഈ ഈഗോയുടെ കൂടി ഫലം കൂടിയാണ്. തുടക്കഘട്ടത്തിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെ മുംബൈയിൽ നഗരത്തിൽ നിന്ന് ഓടിക്കുക, അവർക്ക് ജോലി കൊടുക്കാതിരിക്കുക, മറാത്ത വികാരം ഒക്കെ ഉയർത്തി വന്ന കക്ഷികൾ തന്നെയാണ്. അവരെ കൂടി കൈകാര്യം ചെയ്ത് അവർക്ക് 20 സീറ്റ്, അവർക്ക് പ്രധാനമായും മുംബൈ സിറ്റിയാണ് കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിറ്റിയിലുള്ള 6 സീറ്റുകളിൽ 4 സീറ്റുകളും പൂർണ്ണമായും ഇവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് അവരുടെ സീറ്റ് ഇരിക്കുന്നത്. അതിൽ തന്നെ ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയുണ്ട്, വഞ്ചിത് ബഹുജൻ അഘാടി. ഇപ്പോൾ അവിടെ നിർണായകമായ വോട്ട് ബാങ്ക് ഉള്ള, പ്രത്യേകിച്ച് ദളിത് വോട്ട് ബാങ്ക് നിർണായകമായ ഒരു സ്ഥലം കൂടിയാണ് മഹാരാഷ്ട്ര. ആ ദളിത് വോട്ട് ബാങ്കിൽ സ്വാധീനമുള്ള ഒരു പാർട്ടി കൂടിയാണ്. അവരെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കർഷക മൂവ്മെന്റും കർഷക തൊഴിലാളി മൂവ്മെന്റും ഒക്കെ വന്ന ഫലമായി അവർക്ക് ആ തരത്തിൽ കൂടി ഈ മൂവ്മെന്റ് ഒക്കെ നടത്തിയത് ഇടത് പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിലാണെങ്കിൽ പോലും
ഈ മൂവ്മെന്റിന്റെ വോട്ടിംഗിലേക്ക് വരുമ്പോൾ അതിന് കൂടുതൽ ഫലം ചെയ്യുന്നത് ഇത്തരം പാർട്ടികൾ കൂടിയാണ്. ആ പാർട്ടിയെ കൂടി യോജിപ്പിച്ചു ചേർന്നു. അവരെ യോജിപ്പിച്ചു ചേർന്ന് 20 സീറ്റ് നൽകുന്ന ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, ഇപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എന്ന് പറയേണ്ടി വരും. ഉദ്ധവ് ബാൽ സാഹിബ് താക്കറെ എന്നാണ് UBT എന്ന് പറയുന്ന ശിവസേന UBT എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിക്ക് നൽകേണ്ടി വരും. ആ പാർട്ടി 2 സീറ്റ് അവർക്ക് കൂടി നൽകാം എന്നുള്ള ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജു ഷെട്ടിയെ NCPയുടെ സീറ്റിൽ, NCPയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രമായി മത്സരിച്ച് രാജു ഷെട്ടിയെ ആ സീറ്റിൽ മത്സരിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആ സീറ്റ് ലഭ്യമാണെങ്കിൽ രാജു ഷെട്ടി ആവശ്യമാണ്, അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചാൽ ഇവർക്ക് ജയിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും, അദ്ദേഹത്തെ മത്സരിപ്പിക്കാം എന്നുള്ളൊരു ധാരണയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരമാവധി വിട്ടുവീഴ്ചയൊക്കെ നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനും അങ്ങനെ ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ തവണ 1 സീറ്റിലും അതിനുമുമ്പത്തെ തവണ 2 സീറ്റിലും മാത്രം ജയിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആലോചിക്കണം. അവിടെ ആ 2 സീറ്റിലൊക്കെ പവാറിനെ, ഇത് ശിവസേനയാണ് യഥാർത്ഥത്തിൽ മാറി നിന്നിട്ട് പോലും ശിവസേനയ്ക്ക് അത് അവകാശപ്പെടാം. ശിവസേനയുടെ കഴിഞ്ഞ 2 തവണത്തെ കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു അവരെ കൂട്ടിയോജിപ്പിക്കാനും അതിലൊരു ധാരണയിൽ ഏകദേശം ഫൈനൽ പ്രഖ്യാപനം വന്നില്ലെങ്കിലും ഒരു ധാരണയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഒരു നേട്ടം കൂടിയാണ്. പവാറുമായിട്ടുള്ള നേരത്തെയുള്ള ബന്ധവും പിന്നെ അദ്ദേഹത്തിന് അനായാസം ഹിന്ദി സംസാരിക്കാൻ കഴിയും എന്നുള്ള നേട്ടവും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ ആ ഒരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവർക്കൊരു പോസിറ്റീവായി നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കെട്ടുറപ്പോടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഘട്ടം കൂടിയാണ്. നമുക്ക് 2019